മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കാൻ 20 കൊല്ലം അധ്വാനിച്ചു. 20 കൊല്ലം. സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ മുസ്ലിം ഭവനങ്ങളുടെ ഗല്ലികളിലൂടെ രാത്രി നടന്നു നോക്കി. എല്ലാരും എന്ത് ചെയ്യാൻ? നല്ല പാട്ട്, നല്ല കൂത്ത്. സുബൈക്കുമ്പോ എല്ലാരും കിടന്നുറങ്ങാ. സുബൈക്ക് മര്യാദക്ക് ആൾ എഴുന്നേക്കൂല. തഹജ്ജുദിനൊറ്റ വീട്ടിൽ ലൈറ്റ് തെളിയുന്നില്ല. സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് കിട്ടാൻ പോണില്ല. ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് കിട്ടാൻ പോണില്ല. പിന്നീട് മഹാനവറുകൾ നാട്ടിലുള്ള ആലിമീങ്ങളോടൊപ്പം നാട്ടുകാരെ മുഴുവനും ആത്മീയമായി സമുദ്ധരിച്ചു. അവിടേക്കാണ് ഞാൻ വരുന്നത്. നമ്മൾ വിചാരിക്കും അവിടെ യുദ്ധം നടക്കുമ്പോ, ഇവിടെ യുദ്ധം നടക്കുമ്പോ, അവിടെ പ്രശ്നം നടക്കുമ്പോ നമ്മളിവിടെ ദിക്റുകൾക്കാണോ നടത്തേണ്ടത്, സലാത്താണോ നടത്തേണ്ടത്, മജ്ലിസാണോ നടത്തേണ്ടത്, വഅദാണോ നടത്തേണ്ടത്? അതേ, എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഇവിടെയാണ്. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു നാട്ടിൽ മുഴുവനും ആത്മീയമായ മാറ്റമുണ്ടാക്കി. എന്നിട്ട് രാത്രികാലങ്ങളിൽ മുസ്ലിം ഭവനങ്ങളുള്ള ഗല്ലികളിലൂടെ നടന്നപ്പോ മാഷാ അല്ലാഹ് തഹജ്ജുദിന് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, വുദു എടുത്ത് വന്നിട്ടുണ്ട്, സുബഹിക്ക് ജമാഅത്തിന് വരാൻ പോകുന്നുണ്ട്. അപ്പ മഹാനവറുകൾ പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസ് ഇനി നമുക്ക് കിട്ടും, ഇനി നമുക്ക് കിട്ടും. അപ്പോഴാണ് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചത്. അന്നാരെയും കൊന്നില്ല. നമ്മളെപ്പോഴെല്ലാം ബൈത്തുൽ മുഖദ്ദസ് നേടിയോ സമാധാനപരമായിട്ടാണ് നേടിയത്. നീണ്ട ചരിത്രമാണ് പറയാൻ. അതുകൊണ്ട് പ്രിയമുള്ള ചെറുപ്പക്കാരെ, നമ്മുടെ ധൈര്യം കാണിക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ യുദ്ധം നടത്തുന്ന രാജ്യങ്ങളെ തെറി വിളിച്ചിട്ടോ, യുദ്ധം കൊള്ളുന്ന രാജ്യങ്ങളെ ആക്ഷേപിച്ചിട്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളെ പിന്തുണച്ചിട്ടോ അല്ല. നമ്മളിപ്പോ ചെയ്യുന്ന ആകെപ്പണി എന്താ? സോഷ്യൽ മീഡിയ കയറി കുറെ രാജ്യത്തെ അങ്ങോട്ട് ചീത്ത പറയും, കുറെ രാജ്യത്തെ ഇങ്ങോട്ടിടും, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു പറയും. എന്തേലും കാര്യമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ നമ്മളായാൽ നമ്മളെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കു സാധ്യമല്ല.